ഷഫീദ് തുടരുന്നുണ്ട്. ഷഫീദ്, ആ വാഹന വ്യൂഹം പൂർണ്ണമായും വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ടോ അല്ലേ? വിജയകുമാർ, ഉറപ്പായിട്ടും. അതായത് പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം എയർപോർട്ട് ടെക്നിക്കൽ ഏരിയയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന മറ്റ് സുരക്ഷാ വാഹന വ്യൂഹങ്ങളാണ്. എന്തായാലും അല്പസമയത്തുള്ള അദ്ദേഹത്തിന്റെ വിമാനം, അതായത് എയർഫോഴ്സ് എയർക്രാഫ്റ്റ് 1, അത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയരും. നേരെ പോവുക തമിഴ്നാട്ടിലേക്കായിരിക്കും. ചെന്നൈയിലാണ് അദ്ദേഹത്തിന്റെ അടുത്ത പരിപാടി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ ഒരു തുടക്കം, ഒരു ഹൈ വോൾട്ടേജ് ക്യാമ്പയിന്റെ തുടക്കം എന്ന രീതിയിൽ നമുക്കതിനെ കണക്കാക്കാൻ കഴിയും. അതിനൊക്കെ അപ്പുറത്തേക്ക് BJPയെ സംബന്ധിച്ച വലിയ ആത്മവിശ്വാസം ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തടക്കം അവർ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിന്റെ വിജയങ്ങൾ, തിരുവനന്തപുരം നഗരസഭയിൽ അധികാരമേറിയതിന്റെ ആത്മവിശ്വാസം അതടക്കം BJPയെ സംബന്ധിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ആദ്യഘട്ടം എന്ന രീതിയിൽ പ്രവർത്തകരെ അടക്കം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പുത്തരിക്കണ്ടത്തെ രാഷ്ട്രീയ പ്രസംഗത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമുക്കറിയാം, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അഹമ്മദാബാദിൽ എങ്ങനെയാണ് അധികാരം പിടിച്ചെടുത്ത് തുടങ്ങി, ഗുജറാത്തിൽ അധികാരമേറിയത് മുതൽ ബംഗാളിലെ ഇടതുപക്ഷത്തിന്റെ തിരിച്ചടി അടക്കമുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ അത് ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലുണ്ടായിരുന്നു. PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കാതെ കേന്ദ്ര പദ്ധതികളോട് കേരളം മുഖം തിരിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആ രാഷ്ട്രീയ വേദിയിൽ പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ സർവത്ര പൊളിറ്റിക്കലായിരുന്നു അദ്ദേഹം ആ രാഷ്ട്രീയ വേദിയിൽ പറഞ്ഞ അത്രയുമുള്ള കാര്യങ്ങൾ. കേരളത്തിൽ സമ്പൂർണ്ണ അഴിമതി, സമ്പൂർണ്ണ വർഗീയവൽക്കരണം, ഉത്തരവാദിത്തമില്ലായ്മ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. LDFനും UDFനും ഒരു ആവാസ വ്യവസ്ഥ, അതിനപ്പുറത്തേക്ക് കേരളം പോയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഒരു ബദലുണ്ട്, അത് NDA ആണ്. ആ NDAക്ക് നിങ്ങൾ വിശ്വാസമർപ്പിച്ച് മുന്നോട്ട് പ്രവർത്തിക്കണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. സാധാരണക്കാരന്റെ ശത്രുവായി മാറി LDFിനെ ഒരു പാഠം പഠിപ്പിക്കണം എന്നുള്ള കാര്യം നരേന്ദ്രമോദി ഇന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറയുന്നത് നമ്മൾ കണ്ടു. LDF ഭരണത്തിൽ ബാങ്കുകൾ പോലും സുരക്ഷിതമല്ല എന്ന് പ്രധാനമന്ത്രി പറയുന്നത് കണ്ടു. ഒടുവിൽ ശബരിമല സ്വർണ്ണക്കൊള്ള, ഭഗവാന്റെ സ്വർണം വരെ കട്ടു, ശബരിമല അത് കട്ടവരെ BJP വന്നാൽ ജയിലിലടയ്ക്കുമെന്ന് പറയുന്നു. ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കോൺഗ്രസിനും കണക്കറ്റ രീതിയിൽ അദ്ദേഹം വിമർശിച്ചു. കോൺഗ്രസിന് വികസന അജണ്ടയില്ല, മാവോവാദികളും അതേപോലെ മുസ്ലിം ലീഗുമായുള്ള ചെങ്ങാത്തം, അത് MMC എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞതിന്റെ വക്താക്കളായി കോൺഗ്രസ് മാറി എന്നൊക്കെയുള്ള പൊളിറ്റിക്കൽ വിമർശനം അതിന്ന് പ്രധാനമന്ത്രി BJP പ്രവർത്തകരോട് ഇന്ന് പുത്തരിക്കണ്ടത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. BJPക്ക് കൃത്യമായ മേധാവിത്വമുള്ള ജനവിധി നൽകണമെന്ന് ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നുവെന്നും ഇതാണ് ശരിയായ സമയമെന്നും ഇതാണ് ശരിയായ അവസരമെന്നും പറഞ്ഞാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പുത്തരിക്കണ്ടത്തെ പ്രസംഗം അവസാനിപ്പിച്ചത്. അപ്പോൾ ആ രീതിയിൽ ആത്മവിശ്വാസം BJP പ്രവർത്തകർക്ക് നൽകുക എന്നുള്ളതാണ് ഈ സന്ദർശനത്തിന്റെ പ്രത്യേകത. അതേസമയം നേരത്തെ BJP നേതാക്കളടക്കം പറഞ്ഞതുപോലെ തന്നെ വലിയ വമ്പൻ പ്രഖ്യാപനങ്ങളില്ല. തിരുവനന്തപുരം നഗരത്തിന്റെ വികസന നയരേഖ അതടക്കമുള്ള കാര്യങ്ങളിലില്ല. അതിന് തൊട്ടു മുൻപ് അതേ വേദിയിൽ തന്നെ BJPയുടെ തിരുവനന്തപുരം മേയറായിട്ടുള്ള VV രാജേഷ് തന്നെ പറഞ്ഞു, വികസന നയരേഖ സംബന്ധിച്ച് വികസന കോൺക്ലേവ് ഒക്കെ ചർച്ച ചെയ്ത് ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രിയെ ഡൽഹിയിലെത്തി കണ്ട ശേഷം അക്കാര്യത്തിൽ തീരുമാനമെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു. പക്ഷേ അടിമുടി പൊളിറ്റിക്കലായിരുന്നു. പ്രത്യേകിച്ച് ഈ പ്രധാനമന്ത്രിയുടെ വരവിൽ അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിക്കുന്നതിൽ മേയറെ ഒഴിവാക്കിയെന്നുള്ള വാർത്തയാണ് ഇന്ന് രാവിലെ പ്രധാനമായും ചർച്ചയായത്. പക്ഷേ ഇന്നത്തെ വേദിയിൽ, പുത്തരിക്കണ്ടത്തെ വേദിയിൽ VV രാജേഷിനെ ചേർത്തുപിടിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തെ കാര്യമായി പ്രാധാന്യം കൊടുക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൂടി നമ്മൾ കണ്ടു. ഏതായാലും അല്പസമയത്തിനുള്ളിൽ പ്രധാനമന്ത്രിയുടെ വിമാനം തിരുവനന്തപുരത്ത് നിന്ന് തമിഴ്നാട്ടിലേക്ക് തിരിക്കും. വിജയകുമാർ. ഒരു തെരഞ്ഞെടുപ്പ് കാലത്തിന് തുടക്കം കുറിക്കുന്ന, പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്ന പ്രസംഗം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് നടത്തിയത്. അതിൽ കേരളത്തിലെ സമീപകാല ചർച്ചാ വിഷയങ്ങളായ എല്ലാ പ്രധാനപ്പെട്ട സംഗതികളും ഉണ്ടായിരുന്നുവെന്ന് മാത്രമല്ല, BJP അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്ന ഏതൊക്കെ മേഖലകളാണ് എന്നതിന്റെ സൂചന കൂടി ഉണ്ടായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെ അക്കാര്യത്തിൽ BJP മോദി ഒരു ഗ്യാരണ്ടി നൽകുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ സ്വർണം കട്ടവരെ ജയിലിൽ അടയ്ക്കുമെന്നത് മോദിയുടെ ഗ്യാരണ്ടിയാണ് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മോദിയുടെ ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യം ആദ്യം അവതരിപ്പിച്ച സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമായിരുന്നു. തൃശ്ശൂരിലെ പൊതുസമ്മേളനത്തിലായിരുന്നു മോദിയുടെ ഗ്യാരണ്ടി എന്ന ആ മുദ്രാവാക്യം, രാഷ്ട്രീയ മുദ്രാവാക്യം ആദ്യം പ്രധാനമന്ത്രി ഉയർത്തുകയും ചെയ്തത്. പിന്നീട് എല്ലാ സംസ്ഥാനങ്ങളിലും അത് ഉയർന്നു കേട്ടു. ഇത്തവണയും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ മോദിയുടെ ഗ്യാരണ്ടി BJPയുടെ രാഷ്ട്രീയ മുദ്രാവാക്യമായിരിക്കുമെന്ന സൂചന പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലുണ്ടായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.